പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷുവൊക്കെ വരില്ലേ, അപ്പോൾ കൃഷ്ണനെ നമ്മൾക്ക് അണിയിച്ചൊരുക്കാനായിട്ടുള്ള തിരുവുടയാട ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത്. ആട എന്ന് പറയും. അപ്പോൾ അതിനായിട്ട് കുറച്ച് തുണി കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. തുണി കഷ്ണം എന്ന് പറഞ്ഞാൽ ഇത് കസവ് സെറ്റ് സാരിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ. നമ്മൾ ബ്ലൗസിനൊക്കെ മുറിച്ചിട്ട് വേണ്ടാന്ന് വയ്ക്കുമല്ലോ, അതിൻ്റെ കഷ്ണങ്ങളൊന്നും. ഇതൊരു വിഷമമില്ല കേട്ടോ ഉണ്ടാക്കാൻ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടുണ്ട് കേട്ടോ വീഡിയോ. ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ അറിയുന്നവരും ഉണ്ട്, അറിയാത്തവരും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ. ഇതിൻ്റെ വീതി പറയാം. നമ്മൾ ഇത്രയ്ക്ക് വീതി മതി. എന്താ വെച്ചാൽ നമ്മൾ വേറെ ഫ്രൂട്ട്സുകളും ചക്ക മാങ്ങ അതിൻ്റെ ഇടയിലൊക്കെയാണല്ലോ വെക്കണത്. അപ്പോൾ കുറച്ച് ഹൈറ്റിലേക്ക് കുറച്ചും കൂടി ഹൈറ്റാക്കി വെച്ചാൽ മതി കേട്ടോ. താഴെ കൊണ്ട് നിലത്ത് കൊണ്ട് വയ്ക്കാണ്ട്. അപ്പോൾ അതിൻ്റെ ഭംഗി വരുള്ളൂ. കുറേ വീതിയിലും കുറേ നീളത്തിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചന്ത ഉണ്ടാവില്ല കാണാനായിട്ട്. ഇപ്പോൾ ടേപ്പ് കൊണ്ട് അളക്കുന്നിട്ടുള്ള ഇതാണ് ഞാൻ ഈ കാണിക്കുന്നത്. ടേപ്പ് ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ നമ്മുടെ ഈ നടുവിരലുണ്ടല്ലോ, അത് 1 ഇഞ്ച് ഉണ്ട് കേട്ടോ. ഏകദേശം അതിൻ്റെ അളവെടുത്തിട്ട് ഒന്ന് അടയാളിട്ടിട്ട് മടക്കി 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 വയ്ക്കാം. മടക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തന്നെ മടക്കി വയ്ക്കുക കേട്ടോ. ആ സമയത്ത് മാത്രം നേർത്തിയിട കേട്ടോ. അപ്പോഴാണ് ഭംഗി. മടക്കി വെച്ചിട്ട് അപ്പം തന്നെ നിർത്തിയിടരുത്. ഇപ്പോൾ അത് അടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് വേറെ ഒരു സാരിയുടെ ഒരു കസവിൻ്റെ കഷ്ണമാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ മതി. ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിക്കാൻ ചിലപ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും കേട്ടോ. കാണുന്ന പോലെയല്ല. വാൽക്കണ്ണാടിയൊക്കെ പാവങ്ങൾ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്നൊന്നും വരില്ല. വാൽക്കണ്ണാടി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വെക്കണവരും ഉണ്ട്, വെക്കാത്തവരും ഉണ്ട്. ഞാൻ വാൽക്കണ്ണാടിയൊന്നും അങ്ങനെ വെക്കാറില്ല കേട്ടോ. ഇത് 1 ഇഞ്ച് അടയാളിട്ട് കൊടുക്കാം കേട്ടോ. 1 ഇഞ്ചോ 1.25 ഇഞ്ചോ വീതി കുറഞ്ഞ് കഴിയുന്തോറും ഭംഗി കൂടി വരും. കുറേ ചക്കയും മാങ്ങി കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. ഒരു തിരുവുടയാട വേണ്ടേ. അപ്പോഴാണല്ലോ കാണാനൊക്കെ ഒരു വിഷുക്കണി ഇങ്ങനെ വയ്ക്കുമ്പോൾ കാണാനൊക്കെ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇത് കുറച്ച് മടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്നാലും കറക്റ്റ് മടക്കി കൊണ്ടുവരാം. ചിലപ്പോൾ അങ്ങോട്ടൊക്കെ നീങ്ങി പോയിക്കോട്ടെ, കുഴപ്പമില്ല. പിൻഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇതിനേക്കാളും ഭംഗിയിൽ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത്. നമ്മളിതൊന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വേണമെങ്കിൽ ക്രീമിൻ്റെ നൂലണി ഇടാം, അല്ലെങ്കിൽ ഏത് കളറാണെങ്കിൽ എടുക്കാം. ഇവിടെ ഒരു കസവിൻ്റെ കഷ്ണം അങ്ങോട്ട് വെച്ചിട്ട് തുന്നാക്കി കൊടുക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി ചെയ്തെന്നുള്ളൂ. ഉണ്ടാക്കും അങ്ങനെ. ഇത് പഴിക്കരുത്. നമ്മളിങ്ങനെ ഉണ്ടാക്കുക. എന്നിട്ട് ആ വിഷുക്കണി വയ്ക്കും, വിഷുവിൻ്റെ കണി വയ്ക്കുമല്ലോ, അപ്പം അതിൻ്റെ ഇടയിൽ അപ്പം നിർത്താം കേട്ടോ. അപ്പം മാത്രം നിർത്താൻ പറ്റുള്ളൂ. തലേദിവസമൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. ഇത് കഴിഞ്ഞ കൊല്ലത്തെയാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ്. ഈ കൊല്ലം ചിലപ്പോൾ അത് തന്നെയായിരിക്കും ഉണ്ടാക്കി വെക്കണത്. ഇനി അത് കേട്ടോ കുറച്ച് നീർത്തി കൊണ്ടുവരാം കേട്ടോ. ഇത്രയ്ക്ക് മതി ശരിക്കും. ഇത്രയും കാണുള്ളൂ. അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സും ചക്കയും മാങ്ങയൊക്കെ വരുമ്പോൾ ഇത്രയും കാണുള്ളൂ കേട്ടോ. ഇത് കുറച്ച് ഹൈറ്റിൽ വെച്ചാൽ മതി. താഴെ വയ്ക്കുമ്പോഴാണ് ഇത് കാണാതിരിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലായിട്ട് ഹൈറ്റിൽ വയ്ക്കാം.